കോഴിക്കോട് താമരശ്ശേരിയിലെ 9 വയസ്സുകാരി മരിച്ചത് അമീബിക് മസ്തിഷ്ക ജ്വരം കാരണമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ റിപ്പോർട്ട്. റിപ്പോർട്ടിന്റെ പകർപ്പ് കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു. പെൺകുട്ടി മരിച്ചത് അമീബിക് മസ്തിഷ്ക ജ്വരം കാരണമല്ലെന്ന് ഡോക്ടറെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി സനൂപ് പറഞ്ഞിരുന്നു. അതേസമയം ഡോക്ടർക്കെതിരായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇന്നും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ സമരം തുടരുകയാണ്. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ഈയൊരു കുട്ടി മരിച്ചത് അമീബിക് മസ്തിഷ്ക ജ്വരം കാരണമാണ് എന്നുള്ള ഒരു മെഡിക്കൽ ഓഫീസറുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ഒരു കുട്ടിയുടെ മരണം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചുകൊണ്ടല്ല എന്ന് അടക്കമുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടായിരുന്നു ഈ കുട്ടിയുടെ പിതാവ് ഡോക്ടറെ വെട്ടി പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ കുട്ടി മരിച്ചത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചാണ് എന്ന് ഉറപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അല്പം മുൻപ് നമ്മൾ നൽകിയ വാർത്ത ലോക മാനസികാരോഗ്യ ദിനത്തെ കുറിച്ചുള്ള ഒരു വാർത്തയായിരുന്നു. ഒരു അച്ഛന്റെ മാനസിക അവസ്ഥ, തകർന്ന് കിടക്കുന്ന ഒരു അച്ഛന്റെ മാനസികാവസ്ഥയിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു ആക്രമണമായി വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്ന ഒരു ആക്രമണമാണ്. പക്ഷെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഡോക്ടറെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവം. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ, ആരും നിയമം കയ്യിലേക്ക് എടുക്കാതിരിക്കട്ടെ. അന്ന് ഈ ഡോക്ടറെ ആക്രമിക്കാൻ വേണ്ടി താമരശ്ശേരിയിലെ 9 വയസ്സുകാരിയുടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച 9 വയസ്സുകാരിയുടെ പിതാവായ സനൂപ് പറഞ്ഞത് തന്റെ മകൾ മരിച്ചത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചല്ല എന്നുള്ള രീതിയിലുള്ള ഒരു വാചകമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. അത് ഒരു അച്ഛന്റെ മാനസികപരമായ ഒരു അവസ്ഥയിൽ നിന്ന് വന്നുപോയ പ്രതികരണമാകാം. അത്തരത്തിലൊരു സംഭവം ഇല്ലാതിരിക്കട്ടെ. അപ്പോൾ പോലും ഇതിന്റെ ഒരു ഔദ്യോഗികമായ ഒരു വേർഷൻ എന്നുള്ളത് നമ്മൾ തുടക്കത്തിൽ തന്നെ, അതായത് ഈ പെൺകുട്ടി 2.5 മാസം മുൻപ് മരിച്ചപ്പോൾ തന്നെ അമീബിക് രീതിയിൽ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ അത് വാർത്ത നൽകിയിരുന്നു. അതിനെ കൃത്യമായി സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു ഔദ്യോഗിക റിപ്പോർട്ടാണ്, അതിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ പകർപ്പാണ് കേരള വിഷൻ ന്യൂസിന് ലഭിച്ചിരിക്കുന്നത്. അത് പോസ്റ്റ്മോർട്ടത്തിനിടെ ഈ കുട്ടിയുടെ നട്ടിൽ നിന്ന് ശേഖരിച്ച സ്രവത്തിലാണ് അമീബിയുടെ സാന്നിധ്യം കണ്ടെത്തിയതെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കി പിന്നീട് അത് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് ആ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ടിലാണ് DMO ഇക്കാര്യം വ്യക്തമാക്കുന്നത്. മാത്രമല്ല, സനൂപിന്റെ വാദം തെറ്റാണ്. മകൾ മരിച്ചത് അമീബിക് മസ്തിഷ്ക ജ്വരം കാരണം തന്നെയാണെന്ന് ആരോഗ്യവകുപ്പിന് സ്ഥിരീകരിക്കാവുന്ന അല്ലെങ്കിൽ ആ കാര്യത്തെ സാധൂകരിക്കാവുന്ന ഈ ഡോക്ടറെ വെട്ടിപ്പരിക്ക് എന്നതിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ CCTV ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വരുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ ഡോക്ടറെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സമരം ഇന്നും തുടരുകയാണ്. അവർ OP ബഹിഷ്കരിച്ചും കിടത്തി ചികിത്സയൊന്നും തന്നെ എടുക്കാതെയും അതിന്റെ കിടത്തി ചികിത്സ അനുവദിക്കാതെയും ഒക്കെ അവരുടെ പ്രതിഷേധം തുടരുകയാണ്. അതേസമയം അത്യാഹിത വിഭാഗത്തിൽ മാത്രമാണ് നിലവിൽ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുള്ളത്. അവരെ സംബന്ധിച്ച് അവർ ആവശ്യപ്പെടുന്നത് അവിടെ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് വേണം, തങ്ങൾക്ക് ആരോഗ്യ പ്രവർത്തനം നടത്തണമെങ്കിൽ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ വേണമെന്നുള്ള ഒരു ന്യായമായ ആവശ്യമാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാർ ഉന്നയിക്കുന്നത്. റിയാസ്, അതുപോലെ തന്നെ ഈ ഒരു ആശുപത്രിയിൽ ഡോക്ടർമാരുടെ ഒരു പ്രതിഷേധ സൂചകമായി അവരുടെ സമരം തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ആശുപത്രിയിൽ എത്തുന്ന രോഗികളടക്കം വലയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെയും ആശുപത്രികളിലടക്കം വന്നിരുന്ന രോഗികൾ ഡോക്ടറെ കാണാൻ സാധിക്കാതെയും പല കാരണങ്ങളാൽ മടങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥ വന്നു. ഈ ഒരു സമരത്തെ തുടർന്ന് രോഗികളെല്ലാം പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു സാഹചര്യമല്ലേ? അതെ, രോഗികളെ സംബന്ധിച്ച് വലിയ ദുരിതമാണ് അനുഭവിക്കേണ്ടി വരുന്നത്. കാരണം 2-3 കാര്യങ്ങളാണ് ഇതിൽ. സനൂപിന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഒരിക്കലും ഇല്ലാതിരിക്കേണ്ട ഒരു കാര്യമായിരുന്നു. അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ഡോക്ടർമാർ ഉന്നയിക്കുന്ന സമരത്തിന്റെ ആവശ്യങ്ങൾ ന്യായമായ ആവശ്യങ്ങളുമാണ്. പക്ഷേ ഡോക്ടർമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവരുടെ ഒരു ഇത്തരം ആവശ്യങ്ങൾ കാരണം തുടർച്ചയായി ഇത്തരത്തിൽ സമരം നടത്തുമ്പോൾ അന്നത്തെ സംഭവ ദിവസം ഇവർ മിന്നൽ പണിമുടക്ക് നടത്തുന്നു. അത് കഴിഞ്ഞ് ഇന്നലെ ഔദ്യോഗികമായി അറിയിച്ച പണിമുടക്ക് നടത്തുന്നു. ഇന്ന് വീണ്ടും പണിമുടക്ക് തുടരുന്ന ഒരു സാഹചര്യം വരുമ്പോൾ സാധാരണക്കാരായ രോഗികളാണ് ഇതിന്റെ ഒക്കെ ഇരകളാക്കപ്പെടേണ്ടി വരുന്നത് എന്നുള്ളത് ഡോക്ടർമാർ കൂടി മനസ്സിലാക്കണം. അവരുടെ ന്യായമായ ആവശ്യത്തോടൊപ്പം പൊതുസമൂഹം ഉണ്ടാകും. അതേസമയം അനാവശ്യമായി ഈ ഒരു സമരം
ന്യായമായ ആവശ്യം അംഗീകരിക്കപ്പെടേണ്ടതാണ്. പക്ഷേ സമരം നീട്ടിക്കൊണ്ടുപോയി അത് സമ്മർദ്ദതന്ത്രമായി നീട്ടിക്കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായും അത് രോഗികളെയാണ് ബാധിക്കുന്നത്, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെയാണ് ബാധിക്കുന്നത്, അവരുടെ ഒരു ജീവൽ പ്രശ്നത്തെയാണ് ബാധിക്കുന്നത്. ഇത്തരത്തിൽ വൈദ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർ അക്കാര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട്. സ്വന്തം ജീവന്റെ സുരക്ഷ അനിവാര്യതയാണ്, അതിനപ്പുറത്താണ്. അതോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട കാര്യമാണ് ഈ രോഗികളുടെ സുരക്ഷ എന്നുള്ളതും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർ സമരത്തിൽ നിന്നും പിൻവാങ്ങിക്കൊണ്ട് ഈ ന്യായമായ അവരുടെ ആവശ്യത്തിനൊപ്പം പൊതുസമൂഹം ഉണ്ട് എന്ന ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അവർ സമരത്തിൽ നിന്നും പിൻവാങ്ങി മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്നുള്ളതാണ് പൊതുവെ ഉയരുന്നൊരു അഭിപ്രായം. തീർച്ചയായും ഈ ഒരു ഡോക്ടറെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ഡോക്ടർമാർക്കെതിരായ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ഇന്നും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ സമരം തുടരുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ താമരശ്ശേരിയിലെ 9 വയസ്സുകാരി മരിച്ചത് അമീബിക് മസ്തിഷ്ക ജ്വരം കാരണമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. റിപ്പോർട്ടിന്റെ പകർപ്പ് കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു. പെൺകുട്ടി മരിച്ചത് അമീബിക് മസ്തിഷ്ക ജ്വരം കാരണമല്ലെന്ന് ഡോക്ടറെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയായ സനൂപ് പറഞ്ഞിരുന്നു. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.